ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, അതും നമ്മുടെ ഫോണിൽ തന്നെ. പലർക്കും ഇത് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന് അറിയാം, പക്ഷെ ഫോണിൽ എങ്ങനെയാണെന്നുള്ളതിന് ഡൗട്ട് ഉണ്ടാവും. കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാം. നമ്മൾ സിസ്റ്റത്തിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഫോണിലും ചെയ്യാൻ പറ്റും. സോ നമുക്ക് തുടങ്ങാം. ആദ്യം നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഞാനിപ്പോൾ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളുടെ വെബ് അഡ്രസ്സ് അടിക്കാനുള്ള ആ സെർച്ച് ഓർ ടൈപ്പ് വെബ് അഡ്രസ്സ് എന്നുള്ളിടത്ത് www.gmail.com എന്ന് അടിച്ചു കൊടുക്കുക. അതല്ലാതെ ഗൂഗിളിൽ പോയാലും അതിന് റൈറ്റ് സൈഡിൽ ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് കാണാൻ പറ്റും ജിമെയിലിന്. അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് ഓപ്പൺ ആയി. ഞാൻ ഓൾറെഡി 2 അക്കൗണ്ടിൽ ഇതിൽ സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അപ്പോൾ യൂസ് അനദർ അക്കൗണ്ട് എന്നുള്ളത് എടുക്കുക. നിങ്ങളുടെയിലാണെങ്കിൽ നിങ്ങൾ വേറെ സൈൻ ഇൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കില്ല കാണുക, അടുത്ത പേജ് ആയിരിക്കും കാണുക. സോ ഇതാ സൈൻ ഇന്നിൻ്റെ പേജ് വന്നു. ഇനി നമുക്കിതിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഫീൽഡ്സ് ആണ്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, യൂസർ നെയിം, കൺഫർമേഷൻ, പാസ്വേഡ്, അങ്ങനെ എക്സെട്ര. സോ നമുക്ക് ഫസ്റ്റ് നെയിം കൊടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ശ്രീ എന്നടിക്കുന്നു, ലാസ്റ്റ് നെയിമും ശ്രീ എന്നടിക്കുന്നു. യൂസർ നെയിം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഇമെയിൽ ഐ ഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട യൂസർ നെയിം അതിവിടെ കൊടുക്കുക. gmail.com അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. പക്ഷെ കൂടുതലും ക്യാരക്ടേഴ്സും നമ്പേഴ്സും അതുപോലെ എന്തെങ്കിലും സിമ്പിളൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സെക്യൂർഡ് ആയിരിക്കും. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലൊരു കണ്ണിൻ്റെ ഐക്കൺ കാണില്ലേ, അത് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ അടിച്ച പാസ്വേഡ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. തെറ്റായിട്ടാണോ അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ എന്ന് അറിയാനാണ്. ഇപ്പം ഞാൻ അടിച്ച യൂസർ നെയിം ഓൾറെഡി ഉണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കൊടുത്തു നോക്കുക. ഇനി പാസ്വേഡ് അടിക്കുക. താഴെ വീണ്ടും അതേ പാസ്വേഡ് തന്നെ കൺഫേം ചെയ്യാനായിട്ട് അടിച്ചു കൊടുക്കുക. വെക്ടേഴ്സ് മാത്രമല്ല, എന്തെങ്കിലും നമ്പറോ സിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സെക്യൂർഡ് ആയിരിക്കും നമ്മുടെ പാസ്വേഡ്. ഇനി നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ ഫോൺ നമ്പർ ചോദിക്കും, റിക്കവറി, ഇമെയിൽ അഡ്രസ്സ് ചോദിക്കും. അതൊക്കെ ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. റിക്കവറി ഇമെയിൽ അഡ്രസ്സും വേണമെങ്കിൽ കൊടുത്താൽ മതി. വേറൊരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് കൊടുക്കുക. താഴെ നെക്സ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ പ്രൈവസി ആൻഡ് ടേംസ് ഒക്കെ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ റീഡ് ചെയ്യാം. പക്ഷേ യൂഷ്വലി എല്ലാവരും ജസ്റ്റ് നോക്കിയിട്ട് ഐ എഗ്രി എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഐ എഗ്രി. ഇപ്പോൾ അപ്ഗ്രേഡ് ടു സ്മാർട്ട് ജിമെയിലിൽ കാണും. നിങ്ങൾക്കത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ജസ്റ്റ് ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ഉണ്ടെന്ന് കാണിക്കുകയാണ്. അല്ലെങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്താലും മതി. അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മെയിലിലേക്ക് പോകും. ഇതാണ് നമ്മുടെ മെയിൽ ബോക്സ്. ഫോണിൽ കാണുന്നത് ഇങ്ങനെയായിരിക്കും കാണുക. ഗൂഗിൾ തന്നെ അയച്ചിട്ടുള്ള ഒരു മെയിലാണിത്. അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കണ്ടൻസ് എന്താണെന്ന് വായിക്കാൻ പറ്റും. വീണ്ടും ബാക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇൻബോക്സ് എന്നുള്ളത് കാണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും നമ്മുടെ മെയിൽ ബോക്സിലെത്തും. ഇനി റൈറ്റ് സൈഡിലൊരു പെൻസിലിൻ്റെ ചിഹ്നമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നത് നമുക്ക് മെയിൽ
അയക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കാണോ മെയിൽ അയക്കേണ്ടത് അവരുടെ മെയിൽ ID കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക. സബ്ജക്റ്റിൽ റൈറ്റ് സൈഡിൽ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാനുള്ള സിമ്പിളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അറ്റാച്ച് എ ഫയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുമ്പോൾ ആദ്യമായിട്ടാണ് അയക്കുന്നതെങ്കിൽ അവർ ചില പെർമിഷൻസ് ചോദിക്കും, അത് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഓഡിയോ ഫയലാണോ ഇമേജ് ആണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അവസാനം സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റും. ഇനി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെനു ഓപ്പൺ ആവും. മെനുവിൽ ഇൻബോക്സ് ഉണ്ട്, സ്റ്റാർട്ട് ഉണ്ട്, സെൻഡ് മെയിൽ ഉണ്ട്, ഡ്രാഫ്റ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതേപോലെ സെറ്റിങ്സ് നോക്കിക്കഴിഞ്ഞാൽ മൊബൈൽ സിഗ്നേച്ചറൊക്കെ കൊടുക്കാൻ പറ്റും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമ്മൾ ആ മെയിൽ IDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, വേറെ ഏതെങ്കിലും ഒരു മെയിൽ ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാൻ ഇപ്പോൾ അതേ മെയിൽ IDയിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണ്, വീണ്ടും എൻ്റർ ചെയ്യുകയാണ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഡെസ്ക് ടോപ്പ്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണോ നമ്മൾ കാണുന്ന ആ മെയിൽ ബോക്സിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ചെറുതായിട്ട് ഡെസ്ക് ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഡെസ്ക് ടോപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അതേപോലത്തെ മെയിൽ ബോക്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ എടുക്കുക. അതിന് ശേഷം അവിടെ കാണുന്ന എല്ലാ ഐറ്റംസും ഇതിലും കാണാം, എല്ലാ മെനു ഐറ്റംസും ലിങ്കും എല്ലാം കാണാം. ലാസ്റ്റ് സെറ്റിങ്സും എല്ലാം ഉണ്ടാവും. ലാസ്റ്റ് സൈൻ ഔട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തെത്താൻ പറ്റും. ഇനി ബ്രൗസറിൽ കയറാതെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പ് റൈറ്റ് കോർണറിലായിട്ട് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറിയിട്ട് സ്വിച്ച് അക്കൗണ്ട് കൊടുക്കുക. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ബോക്സ് ആയിരിക്കും വരിക. അക്കൗണ്ട്സ് എന്ന് കാണാം, അതിൽ ആ പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ് സിമ്പലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ബോക്സ് വരും. ചെക്കിങ് ഇൻഫർമേഷൻ, ഞാൻ നേരത്തെ സൈൻ ഇൻ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഒരു പിൻ നമ്പർ ചോദിക്കും, അത് എൻ്റെ ഫോണിലുള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ ഫോണിലൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റെപ്പൊന്നും വരില്ല. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് തന്നെയാണ്, അതെല്ലാം ടൈപ്പ് ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ്. സോ ഇത്രയേ ഉള്ളൂ. അത് വീഡിയോ ആയിട്ട് പറയുമ്പോൾ കുറച്ച് ലെങ്ത് കൂടിയതാണ്, പക്ഷേ സിമ്പിൾ സ്റ്റെപ്സ് ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.